നമസ്കാരം സുഹൃത്തുക്കളെ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീകളുടെ കൂട്ടായ്മയായ, അക്ഷരാർത്ഥത്തിൽ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രം. 2026 മാർച്ച് 3 ചൊവ്വാഴ്ചയാണ് ലക്ഷക്കണക്കിന് അമ്മമാരും സഹോദരിമാരും കാത്തിരിക്കുന്ന ഈ പുണ്യദിനം. എന്നാൽ ഈ വർഷത്തെ പൊങ്കാലയ്ക്ക് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ വലിയ ചില പ്രത്യേകതകളുണ്ട്. ജ്യോതിഷപരമായ ചില മാറ്റങ്ങൾ, സർക്കാരിൻ്റെ കർശനമായ പുതിയ ഗ്രീൻ പ്രോട്ടോകോൾ നിയമങ്ങൾ, കൂടാതെ ഈ വർഷം പൊങ്കാല അർപ്പിക്കേണ്ട കൃത്യമായ സമയക്രമങ്ങൾ എന്നിവ ഈ വീഡിയോയിൽ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കാൻ പോവുകയാണ്. നിങ്ങൾ ആദ്യമായി പൊങ്കാലയിടുന്ന ആളാണെങ്കിലും വർഷങ്ങളായി മുടങ്ങാതെ ഇടുന്ന ആളാണെങ്കിലും ഈ കാര്യങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾക്കും നമ്മുടെ ചാനലിലെ എക്സ്ക്ലൂസീവ് വീഡിയോകൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നമ്മുടെ ചാനലിൻ്റെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ കമ്മ്യൂണിറ്റിയിലെ ഒരു പ്രത്യേക അംഗമാകാനും മറക്കരുത്. എന്തുകൊണ്ടാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇത്രയധികം ശക്തിയുള്ളതായി മാറുന്നത്? ചിലപ്പതികാരം എന്ന മഹാകാവ്യത്തിലെ കണ്ണകിയുടെ കഥ നമ്മളിൽ പലർക്കും അറിയാം. അനീതിക്കെതിരെ പോരാടി മധുര നഗരം ചുട്ടരിച്ച ശേഷം കോപമടങ്ങാതെ കന്യാകുമാരി വഴി കേരളത്തിലേക്ക് വന്ന കണ്ണകിക്ക് ആറ്റുകാലിലെ സ്ത്രീകൾ നൽകിയ സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും പ്രതീകമാണ് ഈ പൊങ്കാല. കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരവും സങ്കടങ്ങളും ചുമലിലേറ്റുന്ന ഓരോ അമ്മമാരും അവരുടെ പ്രാർത്ഥനകൾ ആറ്റുകാൽ അമ്മയുടെ കാൽക്കൽ സമർപ്പിക്കുന്ന ദിവസമാണിത്. ഭർത്താവിൻ്റെ ആയുരാരോഗ്യത്തിനും മക്കളുടെ സദ്വിദ്യാഭ്യാസത്തിനും കുടുംബത്തിലെ ഐശ്വര്യത്തിനും വേണ്ടി വ്രതശുദ്ധിയോടെ സ്ത്രീകൾ അർപ്പിക്കുന്ന ഈ പൊങ്കാല ഭദ്രകാളി സ്വരൂപിണിയായ അമ്മ ഒരിക്കലും നിരസിക്കില്ല എന്നാണ് ശക്തമായ വിശ്വാസം. ഒരർത്ഥത്തിൽ സ്ത്രീകളുടെ ഉള്ളിലെ സഹനശക്തിയുടെയും ആത്മീയ കരുത്തിൻ്റെയും ആഘോഷമാണിത്. പൊങ്കാലയ്ക്ക് മുൻപായി എങ്ങനെയാണ് ശരിയായ രീതിയിൽ വ്രതം നോൽക്കേണ്ടത് എന്ന് നോക്കാം. വെറുതെ ഒരു ദിവസം പോയി പൊങ്കാല ഇട്ടാൽ മാത്രം പോരാ, അതിനു പിന്നിൽ കൃത്യമായ ചിട്ടകളുണ്ട്. പൊങ്കാലയ്ക്ക് ഒരാഴ്ച മുൻപെങ്കിലും വ്രതം ആരംഭിക്കണം. ഈ ദിവസങ്ങളിൽ മത്സ്യമാംസാദികൾ പൂർണ്ണമായും ഉപേക്ഷിച്ച് 2 നേരം കുളിച്ച് ശുദ്ധിയോടെ ഭഗവതിയെ പ്രാർത്ഥിക്കണം. ശാരീരികമായ ശുദ്ധിയേക്കാൾ പ്രധാനം മാനസികമായ ശുദ്ധിയാണ്. ആരോടും കോപിക്കാതെ, അസൂയയും വിദ്വേഷവുമില്ലാതെ മനസ്സിനെ ശാന്തമാക്കി വയ്ക്കുക. ദിവസവും രാവിലെയും വൈകുന്നേരവും ലളിതാ സഹസ്രനാമമോ ഭദ്രകാളി സ്തുതികളോ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. പൊങ്കാലയ്ക്ക് മുൻപായി കഴിയുന്നത്ര തവണ ക്ഷേത്രദർശനം നടത്താനും ശ്രദ്ധിക്കുക. നമ്മൾ തിളപ്പിക്കുന്ന പൊങ്കാലയുടെ ആത്മീയ അർത്ഥം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉണക്കലരി നമ്മുടെ ശുദ്ധമായ മനസ്സിനെയും ശർക്കര നമ്മുടെ ഉള്ളിലെ സ്നേഹത്തെയും സൂചിപ്പിക്കുന്നു. തേങ്ങയുടയ്ക്കുന്നത് നമ്മുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. പണ്ടാര അടുപ്പിൽ നിന്നുള്ള തീ എന്നത് നമ്മിലെ ആന്തരികമായ ശുദ്ധീകരണമാണ്. ഈ ചേരുവകളെല്ലാം ചേർന്ന് ഭക്തിയുടെ അഗ്നിയിൽ തിളച്ചു തൂവുമ്പോൾ നമ്മുടെ സകല ദുഃഖങ്ങളും ഇല്ലാതാകുന്നു. പുരാതന ദർശനങ്ങളിൽ പറയുന്നതുപോലെ അങ്ങേയറ്റത്തെ ഏകാഗ്രതയും നിസ്വാർത്ഥമായ ഭക്തിയുമാണ് ഒരു വ്യക്തിയെ വിജയത്തിലെത്തിക്കുന്നത്. വെറും പായസം മാത്രമല്ല ഭക്തർ അർപ്പിക്കുന്നത്. രോഗശാന്തിക്കും ആയുരാരോഗ്യത്തിനും വേണ്ടി മണ്ടപ്പുറ്റും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായി തെരളിയും സ്ത്രീകൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. ഇനി 2026 ഏറ്റവും പ്രധാനപ്പെട്ട സമയക്രമങ്ങൾ കൃത്യമായി കുറിച്ചെടുക്കുക. ഫെബ്രുവരി 23 കാപ്പുകെട്ടി കുടിയിരുത്തിയതോടെ ഈ വർഷത്തെ ഉത്സവത്തിന് തുടക്കമായി. മാർച്ച് 3 ചൊവ്വാഴ്ച രാവിലെ കൃത്യം ക്ഷേത്രസന്നിധിയിലെ പണ്ടാര അടുപ്പിൽ തീ പകരുന്നു. ഉച്ചയ്ക്ക് പൊങ്കാല നിവേദ്യം. ഇത്തവണത്തെ ജ്യോതിഷപരമായ വലിയൊരു പ്രത്യേകത എന്തെന്നാൽ മാർച്ച് 3 ഒരു ചന്ദ്രഗ്രഹണം നടക്കുന്നുണ്ട്. വൈകുന്നേരം 5 മണിയോടെ ഗ്രഹണസമയം തുടങ്ങുന്നതിനാൽ ഗ്രഹണത്തിൻ്റെ സൂതകകാലത്തിന് മുൻപായി തന്നെ പൊങ്കാല നിവേദിച്ച് പ്രാർത്ഥനകൾ പൂർത്തിയാക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കുമെന്ന് പണ്ഡിതർ നിർദ്ദേശിക്കുന്നു. പൊങ്കാല തിളച്ചു തൂവുന്ന ആ പുണ്യനിമിഷത്തിൽ ആറ്റുകാലമ്മ അഷ്ടോത്തരം ജപിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട ചില പ്രധാന സർക്കാർ നിയമങ്ങൾ പറയാം. 2026 തിരുവനന്തപുരം നഗരത്തിൽ കർശനമായ ഗ്രീൻ പ്രോട്ടോകോളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് പൂർണ്ണമായും ഉപേക്ഷിക്കുക. കൂടാതെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം പൊങ്കാല ദിവസം ഭക്തർക്ക് സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്യുന്നവർ നിർബന്ധമായും അക്ഷയ കേന്ദ്രങ്ങൾ വഴി മുൻകൂർ രജിസ്ട്രേഷൻ നടത്തിയിരിക്കണം എന്നത് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ്.
ട്രാഫിക് നിയന്ത്രണങ്ങളും ശക്തമായിരിക്കും. KSRTC പ്രത്യേക സർവീസുകൾ നടത്തുന്നുണ്ട്. മാർച്ച് 3-ന് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും. കൂടാതെ അന്ന് വൈകുന്നേരം വരെ മദ്യഷാപ്പുകൾക്കും പൂർണ്ണ നിരോധനവുമുണ്ട്. ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഈ വർഷം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും പൂർണ്ണമായും ഉണ്ടാകട്ടെയെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സങ്കടങ്ങളും പ്രാർത്ഥനകളും ഈ വീഡിയോയുടെ താഴെ ആറ്റുകാലമ്മേ ശരണം എന്ന് കമന്റ് ചെയ്യുക. അമ്മ അത് തീർച്ചയായും കേൾക്കും. ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും, പ്രത്യേകിച്ച് ഈ വർഷം പൊങ്കാലയിടാൻ പോകുന്നവർക്കും വാട്സാപ്പിൽ ഷെയർ ചെയ്തു കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ ആത്മീയ വീഡിയോകൾക്കും പേഴ്സണൽ അപ്ഡേറ്റുകൾക്കുമായി സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ജോയിൻ ബട്ടൺ അമർത്തി നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുക്കുക. നന്ദി, നമസ്കാരം.